ആരും പ്രതീക്ഷിക്കാത്ത ക്ലൈമാക്സ് കണ്ടു തീർന്നാൽ കുറച്ചു നേരം ഷോക്ക് അടിച്ച പോലെ ഇരുന്നു പോകുന്ന അനുഭവം. നിവിൻ പോളിയെ നായകനാക്കി ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത് ഇന്ന് തിയേറ്ററിൽ എത്തിയ പൊളിറ്റിക്കൽ ത്രില്ലർ ചിത്രമായ പ്രതിച്ഛായയുടെ റിവ്യൂവുമായാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. പ്രേമത്തിലെയും നേരത്തിലെയും കോംബോയ്ക്ക് ശേഷം നിവിനും ഷറഫുദ്ദീനും നേർക്കുനേർ വരുന്ന ഈ ചിത്രം തിയേറ്ററിൽ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. കേരളത്തിലെ സമകാലിക രാഷ്ട്രീയവും അധികാര വടംവലിയുമാണ് പ്രതിച്ഛായയുടെ പ്രധാന പ്രമേയം. ഇതിൽ ബാലചന്ദ്ര മേനോൻ കേരള മുഖ്യമന്ത്രി വേഷത്തിലെത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകനായി രാഷ്ട്രീയ തന്ത്രജ്ഞനായി നിവിൻ പോളി എത്തുന്നു. അതാണ് അച്ഛൻ മകൻ റിലേഷൻഷിപ്പിനകത്ത് ഭയങ്കര രസകരമായിട്ടാണ് പറഞ്ഞു പോകുന്നത്. അച്ഛന് വേണ്ടി മകനും മകനെ വേണ്ടി അച്ഛനും നിൽക്കുന്നൊരു ഭയങ്കര രസമുള്ളൊരു ഇമോഷണൽ സ്റ്റോറി ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ രാഷ്ട്രീയമാണ് ബാക്ക്ഡ്രോപ്പെങ്കിലും എല്ലാ രാഷ്ട്രീയക്കാർക്കും ഒരു കുടുംബമുണ്ടല്ലോ. അതാണ് അവർ അനുഭവിക്കുന്ന പല പല പ്രശ്നങ്ങളുണ്ടാവും, കേസ് ഉണ്ടാവും, അലിഗേഷൻസ് ഉണ്ടാവും. ഇതിൽ ഇവർ മാത്രമല്ല അത് അനുഭവിക്കണം, അവരുടെ ഫാമിലി, മക്കൾ, ഭാര്യമാർ, അല്ലെങ്കിൽ എല്ലാവരും ഇത് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ആംഗിൾ പറഞ്ഞു പോകുന്നൊരു സിനിമയാണ്. പൊളിറ്റിക്കൽ ബാക്ക്ഡ്രോപ്പ് ആണെങ്കിലും ഇത് ഒരു സ്റ്റാൻഡ് വ്യക്തമാക്കാം അങ്ങനെ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു സിനിമയല്ല. എല്ലാ പൊളിറ്റീഷ്യൻസിനും ഒരു ഫാമിലി ഉണ്ട്. അതാണ് ഈ സിനിമയുടെ മെയിൻ പറഞ്ഞു പോകുന്നത്. ഒരു അച്ഛൻ്റെ പാരമ്പര്യവും മകൻ്റെ ലക്ഷ്യങ്ങളും തമ്മിലുള്ള പോരാട്ടവും ഒപ്പം കോർപ്പറേറ്റ് താല്പര്യങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതുമാണ് സിനിമ പറയുന്നത്. ഒരു കോർപ്പറേറ്റ് സിൻഡിക്കേറ്റ് മുഖ്യമന്ത്രിയെ ട്രാപ്പിൽ പെടുത്താൻ ശ്രമിക്കുന്നതും തുടർന്നുള്ള രാഷ്ട്രീയ കളികളുമാണ് ഈ ത്രില്ലർ ചിത്രത്തിൻ്റെ അടിസ്ഥാനം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിവിൻ പോളിയുടെ ഒരു ഗംഭീരമായ തിരിച്ചുവരവ് തന്നെയാണ് പ്രതിച്ഛായ. നമ്മൾ ഇതുവരെ കണ്ട റൊമാൻറ്റിക് കോമഡി റോളുകളിൽ നിന്ന് മാറി വളരെ സീരിയസ് ആയ മാസ് അപ്പീലുള്ള ഒരു കഥാപാത്രത്തെയാണ് നിവിൻ അവതരിപ്പിച്ചിരിക്കുന്നത്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഷറഫുദ്ദീൻ്റെ പ്രകടനമാണ്. നമ്മളെ എപ്പോഴും ചിരിപ്പിക്കുന്ന ഷറഫുദ്ദീൻ ഇതിൽ വളരെ സീരിയസ് ആയ ഒരു വില്ലൻ കോർപ്പറേറ്റ് കഥാപാത്രമാണ് എത്തുന്നത്. നിവിനും ഷറഫുദ്ദീൻ തമ്മിലുള്ള കോമ്പിനേഷൻ സീനുകൾ തിയേറ്ററിൽ നല്ല കയ്യടി നേടുന്നുണ്ട്. തൻ്റെ 50ാം സിനിമാ വർഷത്തിൽ മുഖ്യമന്ത്രിയെ എത്തിയ ബാലചന്ദ്ര മേനോൻ ഗംഭീരമാക്കി. ആൻ അഗസ്റ്റിൻ, സായ്കുമാർ, ഹരിശ്രീ അശോകൻ, വിഷ്ണു അഗസ്ത്യ എന്നിവർ തങ്ങളുടെ റോളുകൾ മികച്ചതാക്കി. ബി ഉണ്ണികൃഷ്ണൻ എന്ന സംവിധായകൻ്റെ ശക്തമായ തിരിച്ചുവരവാണിത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ ചില രാഷ്ട്രീയ സംഭവങ്ങളെ ഓർമ്മിപ്പിക്കുന്ന രംഗങ്ങൾ സിനിമയിലുണ്ട്. സൈബർ പൊളിറ്റിക്സും ഇന്നത്തെ രാഷ്ട്രീയവും വളരെ റിയലിസ്റ്റിക്കായി അദ്ദേഹം കാണിച്ചു തരുന്നു. ചന്ദ്രു സെൽവരാജിൻ്റെ ക്യാമറ വർക്കുകൾ സിനിമയ്ക്ക് വലിയൊരു ക്യാൻവാസ് നൽകുന്നുണ്ട്. കൊച്ചി, ട്രിവാൻഡ്രം മുതൽ ദുബായ് വരെയുള്ള ലൊക്കേഷനുകൾ സിനിമ റിച്ച് ആക്കുന്നു. ജസ്റ്റിൻ വർഗീസിൻ്റെ പശ്ചാത്തല സംഗീതം ത്രില്ലർ മൂഡ് നിലനിർത്താൻ വളരെ വലിയ പങ്ക് വഹിച്ചു. ചുരുക്കത്തിൽ പറഞ്ഞാൽ ലൂസിഫർ, രാമലീല തുടങ്ങിയ വലിയ സ്കെയിലിലുള്ള പൊളിറ്റിക്കൽ ത്രില്ലറുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും തിയേറ്ററിൽ പോയി ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ചിത്രമാണിത്. നിവിൻ പോളി ഫാൻസിനും ഗൗരവമുള്ള രാഷ്ട്രീയ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്കും ഈ ചിത്രം ഒരു വിരുന്ന് തന്നെയാണ്. അപ്പോൾ ഇതാണ് പ്രതിച്ഛായ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. Bye. Thank you for watching.